ഇത് 2025-ാമത്തെ വർഷമാണ്. 2025 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ നിങ്ങളോട് കൺമുൻപിൽ കാണുന്നത് പോലെ വിവരിക്കുവാനായിട്ട് ശ്രമിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഇതേത് വർഷമാണ്? 2025. യേശുക്രിസ്തു ജനിച്ചിട്ട് 2025 വർഷങ്ങൾ ആയിരിക്കുന്നു. അവൻ ഈ വർഷത്തെ തന്നെ ആരംഭിച്ചതായ വലിയ രക്ഷകനാണ്. യേശുക്രിസ്തു ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് ഭാഗിച്ചു. ചരിത്രത്തിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് ശേഷമെന്നും സൂചിപ്പിക്കുന്നു. അവൻ്റെ ജനനശേഷമാണ് ഈ വർഷം ആരംഭിച്ചത്. അവൻ ജനിച്ചതിന് ശേഷമാണ് പുതിയ കലണ്ടർ ആരംഭിച്ചത്. അതുകൊണ്ട് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ രാജ്യത്ത് എന്തു സംഭവിച്ചുവെന്ന് വേഗത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. മറിയ എന്ന ഒരു കന്യകയായ പെൺകുട്ടി, അതായത് പുരുഷനെ അറിയാത്തതായ ഒരു യൗവനക്കാരത്തി, അതുപോലെ യോസേഫ് എന്നു പേരുള്ള ഒരു യൗവനക്കാരൻ. വേദപുസ്തകത്തിൽ പറയുന്നു അവൻ നീതിമാനായിരുന്നു എന്ന്. നീതിമാനായിരുന്ന ഒരു യൗവനക്കാരനും വിശുദ്ധയായ ഒരു യൗവനക്കാരത്തിക്കും തമ്മിൽ വിവാഹബന്ധമേർപ്പെടുത്തി. അന്ന് വിവാഹം ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ വിവാഹം പാതി കഴിഞ്ഞതുപോലെയാണ്. ഇന്ന് ഒരാൾക്ക് വിവാഹമോചനം ലഭിക്കണമെങ്കിൽ വിവാഹത്തിന് ശേഷമേ അത് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ആ കാലത്ത് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം വിവാഹത്തിൽ നിന്നും മാറണമെങ്കിൽ വിവാഹമോചനം നടത്തണമായിരുന്നു. വിവാഹം ഉറപ്പിക്കുക എന്നത് വിവാഹം പോലെ തന്നെ അന്ന് കണക്കാക്കിയിരുന്നു. യൗവനക്കാരനായിരുന്ന യോസേഫ് നീതിയോടെ ജീവിച്ചു വന്നപ്പോൾ യൗവനക്കാരത്തിയായിരുന്നതായ മറിയ വിശുദ്ധിയോടുകൂടി ജീവിച്ചു വന്നപ്പോൾ ഈ യൗവനക്കാരെ രണ്ടുപേരെയും ദൈവം തിരഞ്ഞെടുത്ത് ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തു കന്യകയായിരിക്കുന്ന മറിയയിൽ നിന്ന് ഉത്ഭവിക്കണം, ലോകത്തിന് പരിചയപ്പെടുത്തണം എന്ന് ദൈവം തീരുമാനിച്ചു. അതായത് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് ആരെയാണ് ആവശ്യം? വിശുദ്ധരെ വേണം, മദ്യപന്മാരെയല്ല, ദുർനടപ്പുകാരെയല്ല. ഏതു സമയത്തും പാപം ചെയ്തുകൊണ്ട് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെയല്ല യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തേണ്ടതായ സമയം കടന്നുവന്നപ്പോൾ ദൈവത്തിനൊരു വിശുദ്ധയെ ആവശ്യമായി വന്നു. ഈ കാലത്ത് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നതായ മനുഷ്യരുടെ മുൻപിൽ രക്ഷകനെ പരിചയപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് ഇന്ന് ആരെയാണ് ആവശ്യമായിരിക്കുന്നത്? വിശുദ്ധരെയാണ്. എന്നാൽ വിശുദ്ധിയില്ലാതെ, വിശുദ്ധമായ ജീവിത രീതിയില്ലാതെ, ആത്മീയതയില്ലാതെ, ദൈവത്തോട് ഭയവും ഭക്തിയുമില്ലാതെ, നല്ല സാക്ഷ്യം ഇല്ലാതെ, നല്ല പ്രവൃത്തികൾ ഇല്ലാതെ ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തുക ഒരിക്കലും സാധ്യമാകുകയില്ല. അന്ന് മറിയ വിശുദ്ധിയോടെ ജീവിച്ചു. യേശുക്രിസ്തുവിന് ലോകത്തിൽ വന്ന് ജനിക്കുവാൻ ആ കാലത്ത് ഒരു കന്യകയെ ആവശ്യമായിരുന്നു. വിശുദ്ധയായ സ്ത്രീ, പുരുഷനെ അറിയാത്തതായ വിശുദ്ധയായ ഒരു സ്ത്രീ ആവശ്യമായി വന്നു. അതേ സമയത്ത് മറന്നുപോകരുത്, മറുവശത്ത് യോസേഫിനെക്കുറിച്ച് നീതിമാൻ എന്നാണ് പറയുന്നത്. ഇവരുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ചതിന് ശേഷം പെട്ടെന്ന് ഗബ്രിയേൽ എന്ന ദൂതൻ വന്നിട്ട് മറിയയ്ക്ക് പ്രത്യക്ഷനായി, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവിൽ കൂടി നീ ഗർഭം ധരിക്കാനിടയാകും, നീ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. ഇത് കേട്ടപ്പോൾ മറിയ ഭയപ്പെട്ടിട്ട്, ഇത് അസാധ്യമാണ്, ഇത് അസാധ്യമാണ്. എന്തുകൊണ്ട് അസാധ്യമെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി ഗർഭം ധരിക്കണമെങ്കിൽ തീർച്ചയായും പുരുഷന്റെ അനുവാദമുണ്ടായിരിക്കണം. പുരുഷനെ അറിയാതെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് മറിയ പറഞ്ഞു, ഇത് എങ്ങനെ നടക്കും? ഇത് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പുരുഷനെ
അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ കൂടി ഇത് സാധ്യം ആകുമെന്ന്. പരിശുദ്ധാത്മാവിൽ കൂടി അത് നടക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൾ ആ വാക്ക് കേട്ട് ഭയപ്പെട്ടു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവൻ ആകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഒരു ശുഭവാർത്ത. അതെന്താണ്? നീ ഗർഭിണിയാകാൻ പോകുന്നെന്ന് പറഞ്ഞു. അവൾ ഗർഭം ധരിച്ചു. ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്ന ഈ കന്യക മറിയ ഈ സത്യത്തെ, ഈ വാർത്തയെ ഒരു 2-3 മാസം ഒളിച്ചുവയ്ക്കുവാൻ കഴിയും. എന്നാൽ അതിനുശേഷം മറച്ചുവയ്ക്കുവാനായിട്ട് കഴിയില്ല. ഒരുപക്ഷെ അമ്മയുടെയും അപ്പൻ്റെയും അരികിൽ ചെന്നിട്ട് പറയുകയാണ്, നോക്കൂ, ഗബ്രിയേൽ ദൂതൻ എനിക്ക് പ്രത്യക്ഷനായി. ഈ രീതിയിൽ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നു, ലോകരക്ഷകന് ജന്മം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കുമോ? ഒരു നിമിഷം ചിന്തിക്കുക. നീ എന്താണ് ഭോഷയെപ്പോലെ സംസാരിക്കുന്നത്? പുരുഷനെ അറിയാതെ നീ ഗർഭം ധരിക്കാൻ പോകുന്നു എന്നാണോ നീ പറയുന്നത്? ലോകരക്ഷകന് ജന്മം കൊടുക്കാൻ പോകുന്നു എന്നാണോ പറയുന്നത്? നിനക്കെന്താണ്, ഭ്രാന്താണോ? ഇല്ലമ്മേ, ദൈവം തന്റെ ദൂതനെ അയച്ച് ഈ സത്യത്തെ എന്നെ അറിയിച്ചു എന്ന് പറഞ്ഞാൽ ഏതമ്മയാണ് വിശ്വസിക്കുന്നത്? ഏത് അപ്പനാണത് വിശ്വസിക്കാൻ കഴിയുന്നത്? ശരി, 2-3 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറിയയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ? നിശ്ചയമായിട്ടും ഉണ്ടാകും. ആ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അവളുടെ അമ്മ മറിയ പറയുന്ന വാക്കുകൾ തള്ളിക്കളഞ്ഞേക്കാം. നീ വിഡ്ഢിത്തം പറയരുത്. ഞാനെന്താണ്, ഭ്രാന്തിയാണെന്നാണോ നീ വിചാരിക്കുന്നത്? ആൺകുട്ടിയുമായി ബന്ധമില്ലാതെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നത്? നീ മിണ്ടരുത്. എന്താണ് ഈ സംസാരിക്കുന്നത്? ഇങ്ങനെ വായടപ്പിക്കാൻ ശ്രമിച്ചിരുന്നിരിക്കാം. 3-4 മാസത്തിന് ശേഷം മറിയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ. അവളുടെ ഉള്ളിൽ ചലിക്കുന്നതായ, വളരുന്നതായ ശിശുവിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് താൻ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാസ്തവം അറിയുമല്ലോ. അമ്മയ്ക്ക് സംശയം വരുന്നു. എന്താണിത്? നീ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ കാര്യമായി എടുത്തില്ല. നിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. സത്യത്തിൽ നീ ഗർഭം ധരിച്ചതാണോ? വാസ്തവത്തിൽ നീ ഗർഭം ധരിച്ചതാണോ എന്ന് എന്തിനാണ് അമ്മ വീണ്ടും ചോദിക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ. ഏത് മാതാവിനെ ഇത് മനസ്സിലാക്കുവാൻ കഴിയും? പറയൂ. നീ അതും ഇതും പറഞ്ഞെന്നെ പറ്റിക്കാതെ എന്തു സംഭവിച്ചു എന്ന് പറയുക. അമ്മേ, ഒന്നും സംഭവിച്ചില്ല, പിന്നെന്തിനാണ് ഞാൻ പറയുന്നത്? ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നീ ഗർഭം ധരിച്ചിരിക്കുന്നത്? ഈ വാർത്ത പിന്നീട് മറിയുടെ അമ്മ തൻ്റെ ഭർത്താവിനോട് പോയി പറയാതെയിരിക്കുമോ? നോക്കൂ, മകളെന്ത് പറയുന്നു എന്നറിയാമോ? എന്താണ്? അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണുന്നു. എനിക്കെന്തുകൊണ്ടോ ഭയം തോന്നുന്നു. എന്താണീ പറയുന്നത്? മറിയ ഗർഭം ധരിച്ചുവെന്നോ? വിവാഹം പോലും കഴിയാതെ? അതുതന്നെയാണ് ഞാനും പറയുന്നത്. അവളിതാ പുതിയൊരു കഥയാണ് മെനയുന്നത്. എന്ത്? അവൾക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഒരു പുരുഷനുമായിട്ടും ബന്ധമില്ല, പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ഗർഭം ധരിച്ചതെന്ന് പറയുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല. വേറെ ഏത് വിഷയമാണെങ്കിലും മറച്ചുവെക്കുവാനായിട്ട് കഴിയും. വേറെ ഏത് വിഷയമാണെങ്കിലും മറച്ചുവെക്കാം, എന്നാൽ ഇതുമാത്രം മറച്ചുവെക്കുവാനായിട്ട് കഴിയുകയില്ല. ഇപ്പോഴീ വാർത്ത പതിയെ വെളിയിലേക്ക് വന്നു. 4 പേർ പറയാൻ തുടങ്ങി. മറിയുടെ ശരീരത്തിൽ വളരെ വ്യക്തമായ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. മറിയ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾ ഗർഭിണിയാണെന്ന് കേൾക്കുന്നു, ഗർഭിണിയാണെന്ന് കേൾക്കുന്നു, ഗർഭിണിയാണെന്ന് കേൾക്കുന്നു. ഈ വാർത്ത പതിയെ ആ ദേശം മുഴുവനും അറിയുകയാണ്. സ്വന്തം അമ്മയായതുകൊണ്ട് മൗനമായിരുന്നേക്കാം, അല്ലെങ്കിൽ അപ്പനായതുകൊണ്ട് അത് സഹിച്ച് മൗനമായിരുന്നേക്കാം. എന്നാൽ ലോകക്കാർ മിണ്ടാതെയിരിക്കുമോ? അവർ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അങ്ങനെ പലരും പറഞ്ഞത് യോസേഫിന്റെ ചെവിയിലും എത്തി. യോസേഫിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നീതിമാനായിരുന്നുവെന്ന്. എടാ, നീ ഈ കാര്യം അറിഞ്ഞോ? ഏത് കാര്യമാണ്? അറിയില്ലേ? നീയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന മറിയ പ്രഗ്നൻ്റ് ആണെന്ന് കേൾക്കുന്നു.
പാവം, എന്താണ് പറയേണ്ടത്? ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കാം. എന്താടാ മിണ്ടാത്തത്? ഈ സത്യം നിനക്കറിയാമായിരുന്നോ? എനിക്കറിയാം. അപ്പോൾ വിവാഹത്തിന് മുൻപ് തന്നെ നീ എടുത്തു ചാടിയതാണോ? അങ്ങനെയൊന്നുമല്ലടാ. നിന്റെ എടുത്തുചാട്ടമല്ല എങ്കിൽ, നിനക്ക് അറിവില്ല എങ്കിൽ, മറ്റേതോ വ്യക്തിയിൽ കൂടി ഗർഭം ധരിച്ചു എന്നാണോ പറയുന്നത്? എന്താടാ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു, വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന നീയിൽ കൂടിയല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? അവൾ ആരുമായിട്ടോ പാപം ചെയ്തിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ ഈ പാപിനിയായ സ്ത്രീയെ നീ വിവാഹം കഴിക്കാനാണോ നോക്കുന്നത്? യോസേഫിന്റെ അമ്മ അതിന് സമ്മതിക്കുമോ? യോസേഫിന്റെ അപ്പൻ അതിന് ഇടം കൊടുക്കുമോ? നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കേണ്ടതിനു വേണ്ടി 2 യൗവനക്കാർ അനുഭവിച്ചതായ ആ കഷ്ടതയും വേദനയുമൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. ഒരു വശത്ത് യോസേഫ് നീതിയോടുകൂടി ജീവിക്കുന്ന സമയത്ത്, സത്യസന്ധതയോടെ ജീവിക്കുന്ന സമയത്ത്, തന്റെ മനസ്സിൽ ഈ വാർത്ത കുന്തമുന പോലെ തുളച്ചു കയറാനിടയായി. മറിയയുടെ മേൽ തനിക്ക് വിശ്വാസമുണ്ട്, എന്നിരുന്നാലും അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാർത്ത സത്യമാണെന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. പരസ്യമായിട്ട് അപമാനിച്ച് വിവാഹം മോചിപ്പിക്കണമോ, അതോ രഹസ്യമായിട്ട് വിവാഹമോചനം നടത്തണമോ? രഹസ്യമായി സംസാരിച്ചൊഴിവാക്കണമോ? താൻ നീതിമാനാകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തി രഹസ്യമായിട്ട് മറിയയെ ഉപേക്ഷിക്കാം. ആർക്കറിയാം എന്ത് സംഭവിച്ചെന്ന്? ആർക്കറിയാം? അതുകൊണ്ട് ഉപേക്ഷിക്കാം. ഇങ്ങനെ തീരുമാനം എടുത്തതായ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായിക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ, വിവാഹം ഉറപ്പിച്ചത് എന്നോട് പറയുന്നില്ല, നിന്റെ ഭാര്യയായ, അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നാൽ അവളെ ഭാര്യയായിട്ടാണ് കാണുന്നത്. ആ വിവാഹം നടത്താതിരിക്കണമെങ്കിൽ, പിന്മാറണമെങ്കിൽ വിവാഹമോചനം നടത്തേണ്ടതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാനായി ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടേണം എന്ന് പറഞ്ഞു. അവിടെ മറിയയുടെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും എന്ന് പറയുവാൻ ഇടയായി. അതുപോലെ ഇവിടെ യോസേഫിന്റെ മുൻപിലും ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതുപോലെ തന്നെ പറയാനിടയായി. മറിയയ്ക്ക് തന്റെ മാതാപിതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴെന്താണ്? യോസേഫിന് തന്റെ മാതാപിതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. ദേശക്കാർ മുഴുവനും കാത്തിരിക്കുകയാണ്. നല്ലവളാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ എന്താണ് ചെയ്തിരിക്കുന്നത്? വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യോസേഫിനെ അവൾ വഞ്ചിച്ചിരിക്കുന്നു. ആരിൽ നിന്നോ അവൾ ഗർഭിണിയായിരിക്കുന്നു. ഇങ്ങനെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ സംസാരിക്കുമ്പോൾ മറിയയ്ക്കും അത് താങ്ങുവാൻ കഴിയുന്നില്ല. മറിയയുടെ മാതാപിതാക്കൾക്കും അത് സഹിക്കുവാൻ കഴിയുന്നില്ല. മറുവശത്ത് യോസേഫ് രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാനായിട്ട് ഭാവിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ യോസേഫിന് തന്റെ മാതാപിതാക്കളെ അത് വിശ്വസിപ്പിക്കും. അപ്പാ, എനിക്കൊരു കാര്യം പറയണം. എന്താണ്? മറിയയെ എനിക്ക് ഉപേക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്താണ്? നാട്ടുകാരൊക്കെ കാത്തിരിക്കുന്ന കാര്യം നിനക്കറിയാമോ? വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ആളുകളൊക്കെ വെറുതെ ഇരിക്കുമെന്നാണോ? അവളെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചാൽ കഴിയുകയുള്ളോ? ദൈവദൂതൻ ഇന്നലെ സ്വപ്നത്തിൽ എനിക്ക് പ്രത്യക്ഷനായി. അതുകൊണ്ട് നിശ്ചയമായിട്ടും മറിയെ തന്നെ വിവാഹം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? നാട്ടുകാരെല്ലാം പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്നാണോ പറയുന്നത്? ഇത് ദൈവത്തിന്റെ ഹിതമാണ്. വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു.
അവിടെ യോസെഫിന് തൻ്റെ മാതാപിതാക്കളെ ഉറപ്പിക്കുക എന്നത്, അതുപോലെ മറിയയ്ക്ക് തൻ്റെ മാതാപിതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമല്ലേ? യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതായ പ്രവൃത്തിയിൽ ഈ യൗവനക്കാർ ഒരുപാട് ബുദ്ധിമുട്ടനുഭവിച്ചു, ഒരുപാട് കഷ്ടത അനുഭവിച്ചു. നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി. എന്നാൽ യോസേഫും അതുപോലെ മറിയയും യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതായ വിഷയത്തിൽ അവർ ഉറച്ചു തന്നെ നിന്നു. അങ്ങനെ അവർ നിന്നതിനു ശേഷം ഇങ്ങനെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, 24-25 വാക്യങ്ങളിൽ, യോസേഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. 25 വാക്യം, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനു അവൻ യേശു എന്ന പേർ വിളിച്ചു. പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നപ്പോൾ ദൈവം ഒരു പാപിയായിട്ട് ജനിച്ചില്ല, വിശുദ്ധനായി തന്നെ ജനിച്ചു. യേശുക്രിസ്തുവിനുള്ള മറ്റൊരു പേരാണ് പരിശുദ്ധൻ. അവന്റെ ജനനത്തിൽ പാപമില്ല, അവന്റെ ജീവിതത്തിൽ പാപമില്ല, അവന്റെ വാക്കുകളിൽ പാപമില്ല, അവന്റെ പ്രവൃത്തികളിൽ പാപമില്ല, അവന്റെ ശരീരത്തിൽ പാപമില്ല. വിശുദ്ധനായി തന്നെ അവൻ ജനിച്ചു, വിശുദ്ധനായി തന്നെ ജീവിച്ചു, വിശുദ്ധനായി തന്നെ പാപികളായ മനുഷ്യർക്കു വേണ്ടി ക്രൂശിൽ മരിച്ചു. വിശുദ്ധനാകൊണ്ട് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധനാകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോയി. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ സ്ഥലമൊരുക്കുന്നു. ഇപ്പോൾ യോസേഫ് മറിയെ തന്റെ ഭാര്യയായി ചേർത്തിരിക്കുന്നു. എന്നാൽ മറിയ ഗർഭം ധരിച്ചിരിക്കുന്നത് പുരുഷനെ അറിയാതെയാണവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പ്രത്യേകതയുള്ളതാണ്. ഏതൊരു വ്യക്തി ജനിക്കണമെങ്കിലും പുരുഷന്റെയും സ്ത്രീയുടെയും സമ്പർക്കമില്ലാതെ ജനിക്കുകയെന്നത് സാധിക്കില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം സ്ത്രീയും പുരുഷനും ഒരുമിച്ചതിൽ കൂടിയുള്ള ജനനമല്ല. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. യേശുക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു, നാം പറഞ്ഞതാണല്ലോ. അവന്റെ ജനനത്തിൽ കൂടി പുതിയ കലണ്ടർ ആരംഭിച്ചു. ഈ വർഷത്തെ ക്രിസ്തു വർഷമെന്നാണ് വിളിക്കുന്നത്. 2025 വർഷങ്ങൾക്ക് മുമ്പ് മറിയ എന്ന ഒരു കന്യക യോസേഫുമായിട്ട് തന്റെ വിവാഹബന്ധം നിശ്ചയിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൽ കൂടി മാത്രം കന്യകയായിരിക്കുന്ന മറിയ ഗർഭം ധരിച്ചു. യോസേഫ് മറിയെ തന്റെ ഭാര്യയായിട്ട് ചേർത്തു. എന്നാൽ അവൾ ഭാര്യയായിട്ട് തന്റെ ഭവനത്തിലേക്ക് വന്നതിനു ശേഷവും യോസേഫ് അവളോടൊപ്പം കഴിഞ്ഞില്ല. അതാണ്, ഒരു ദിവസം എൻ്റെ അരികിലേക്ക് ഒരു യൗവനക്കാരൻ വന്നു, മധുരപലഹാരം കൊണ്ടുവന്നു. എന്താണ് സ്പെഷ്യൽ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് അവൻ നാണിക്കുകയാണ്. വെഡ്ഡിംഗ് കാർഡ് തന്നു. ആ വെഡ്ഡിംഗ് കാർഡ് കയ്യിൽ വാങ്ങിയതിന് ശേഷം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ അയച്ചു. ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും സ്വീറ്റ് ബോക്സുമായിട്ട് വന്നിരിക്കുന്നു. എന്താണ് കൊണ്ടുവന്നത്? സ്വീറ്റുമായിട്ട് വരികയാണ്. എന്താണ് വീണ്ടും സ്വീറ്റുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇപ്പോഴെന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ സ്വീറ്റ് ബോക്സ് വെച്ചിട്ട് പറയുകയാണ്, എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു പറയുകയാണ്. എന്താണ് പറയുന്നത്? എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നി. ഞാൻ ചോദിച്ചു, വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ബ്രദർ 5-6 മാസമായിരിക്കുന്നു. എന്നിട്ട് നാണിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ, ഇപ്പോൾ ഒരു മകൻ ജനിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. ഈ കാലത്തുള്ള പല വിവാഹബന്ധങ്ങളും ഇതാണ് നടക്കുന്നത്. ഒരു ദിവസം ഒരു യൗവനക്കാരനും ഒരു യൗവനക്കാരത്തെയും വളരെ സ്നേഹത്തോടുകൂടി നടന്ന് എൻ്റെ അരികിലേക്ക് വന്നു. പുതിയതായി വിവാഹം കഴിച്ചതായിരിക്കാം, പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഈ ഭാര്യാഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ മനസ്സിൽ ഒരുങ്ങിയതായ സമയത്ത് അവർ അടുത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് വിഷയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ബ്രദർ, അടുത്ത വർഷം ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം വിവാഹം കഴിക്കുവാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവരുടെ നടപ്പും അവരുടെ സംസാര രീതിയും ഇടപഴകലുമൊക്കെ കാണുമ്പോൾ തന്നെ ഓൾറെഡി വിവാഹം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഈ കാലത്തുള്ള യൗവനക്കാർ പലരും അങ്ങനെ മാറിയിരിക്കുന്നു. വിവാഹം ഉറപ്പിച്ചാൽ അപ്പോൾ തന്നെ അവർ ഇഷ്ടമുള്ളതുപോലെയാണ് പിന്നെ നടക്കുന്നത്. ഹോട്ടലിൽ തന്നെ സമയം ചെലവഴിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നു,
വിവാഹം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമാണെന്ന്. ഉത്തമമായത്. ക്രിസ്തീയ വിവാഹത്തിന് ഒരു പേരുണ്ട്. എന്താണ്? വിശുദ്ധമായ വിവാഹം. അതായത് ആൺകുട്ടി വിശുദ്ധിയോടെ ജീവിക്കണം, അതുപോലെ പെൺകുട്ടിയും വിശുദ്ധിയോടെ ജീവിക്കണം. ഇവർ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധനായ ദൈവത്തിൻ്റെ ആലയത്തിൽ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധ വിവാഹത്തിൽ കൂടി ഇവർ ഒരുമിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടൂ. എന്നാൽ ഈ കാലത്ത് പ്രേമം പ്രേമം എന്നൊക്കെ പറഞ്ഞ് പ്രേമത്തിൻ്റെ മറവിൽ പാപപ്രവൃത്തികൾ ചെയ്ത് അവസാനം ഗർഭം ധരിച്ച് പിന്നെ അബോർഷനൊക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു വിവാഹം കഴിച്ചാൽ ആ വിവാഹബന്ധം നിലനിൽക്കുമെന്നാണോ പറയുന്നത്? പറയുക, നിലനിൽക്കുമെന്നാണോ? ഒരു ദിവസം ഒരു പെൺകുട്ടി ഒരു നല്ല കുഞ്ഞുമായി എൻ്റെ അരികിൽ വന്നു. ആ കുഞ്ഞിനെ നോക്കുമ്പോൾ തന്നെ നല്ല കാണാൻ ഓമനത്തമുള്ളതായ ഒരു കുഞ്ഞായിരുന്നു. പാവക്കുട്ടിയെപ്പോലെ തോന്നിക്കുന്ന ഒരു കുഞ്ഞ്. അമ്മ ആ കുഞ്ഞുമായി വന്നു. കുഞ്ഞുമായി വന്നിട്ടവൾ കരയുകയാണ്. എന്താണ് മകളെ കരയുന്നതെന്ന് ചോദിച്ചു. ബ്രദർ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇന്നെൻ്റെ ഭർത്താവ് ചോദിക്കുന്ന ചോദ്യം അറിയാമോ? ഈ കുഞ്ഞിൻ്റെ അപ്പൻ ഞാനാണെന്ന് ഗ്യാരണ്ടി എന്താണ് എന്ന് ചോദിക്കുകയാണ്. എന്താണ്? ഒരു മകൾ ജനിച്ചതിന് ശേഷം ആ പിതാവ് എന്താണ് ചോദിക്കുന്നത്? ഇതിൻ്റെ പിതാവ് ഞാൻ തന്നെയാണെന്നുള്ള ഗ്യാരണ്ടി എന്താണെന്ന്. ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് ബ്രദർ പറയേണ്ടത്? ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ചിരിക്കുന്നു, നിന്റെ വഴി നോക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കിവിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, വിവാഹം നടത്തിത്തന്നതായ നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, വിവാഹം നടത്തിയതായ ബന്ധുക്കളുണ്ട്, 2 പക്ഷത്തും ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടല്ലോ. നീ ഇത് ഒറ്റയ്ക്ക് നേരിടേണ്ടതായ ഒരു പ്രശ്നമല്ല. നിശ്ചയമായിട്ടും മാതാപിതാക്കൾ ഇതറിയണം. ഈ വിവാഹം നടത്തിത്തന്നതായ ആളുകളും ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളെ ഇത് അറിയിക്കുക. വിവാഹം നടത്തിയതായ മുതിർന്ന ആളുകളെ വിളിപ്പിക്കും, 2 പക്ഷത്തുമുള്ളതായ ആളുകളെ വിളിപ്പിക്കും. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് പിതാവെന്ന് ഗ്യാരണ്ടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീയെ നിനക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്കിത് പറയുവാൻ കഴിയില്ല ബ്രദർ. അതെന്താണ് അങ്ങനെ? അവർ തന്നെയാണല്ലോ നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അല്ലെങ്കിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് നിന്റെ സ്വന്തം മാതാപിതാക്കൾ തന്നെയല്ലേ? മാതാപിതാക്കളോട് ചെന്ന് പറയുക, ബ്രദർ എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. ബ്രദർ, പഠിക്കുവാനായി ഞാൻ ഹൈദരാബാദിൽ വന്നതാണ്. അങ്ങനെ വന്നതായ സമയത്താണ് ഈ മനുഷ്യനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടത്. ആ പരിചയം പിന്നീട് സ്നേഹമായിട്ട് മാറി. ഏതായാലും വിവാഹം കഴിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ വിവാഹം കഴിച്ചില്ലേ? ഞങ്ങളുടെ മുറിയിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നു. എന്താണ് പറയുക? മുറിയിൽ വെച്ച് ഞങ്ങൾ വിവാഹം നടത്തിയെന്ന്. പ്രിയമുള്ളവരെ കേൾക്കുക, എത്ര ദാരുണമായ ഒരു കാലമാണിത്. പ്രേമത്തിൻ്റെ മറവിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും നമ്മുടെ നടുവിലുണ്ടോ? മാതാപിതാക്കൾ നിന്നെ ജനിപ്പിച്ച് കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി നിന്നെ പഠിപ്പിച്ച് നിന്റെ മേൽ പ്രതീക്ഷ വച്ചുകൊണ്ട് കടമെടുത്തുകൊണ്ട് ലോണുകൾ എടുത്തുകൊണ്ട് നിന്റെ പഠനത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് നീ ഒരു പ്രയോജനമുള്ളവനായി മാറും, പ്രയോജനമുള്ളവളായി മാറും, നീ അവർക്ക് സന്തോഷം കൊടുക്കും എന്നുള്ളതായ പ്രതീക്ഷയോടുകൂടി നിന്നെക്കുറിച്ച് അവർ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ നീ പട്ടണത്തിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി മെച്ചമായ രീതിയിൽ നടന്ന് അപ്പനോട് പറയാതെ അമ്മയോട് പറയാതെ മുറിക്കുള്ളിൽ വിവാഹം നടത്തി പിന്നീട് പെരുവഴിയായിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നാൽ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു പോകും. നീ ജനിച്ചപ്പോൾ അവർ എത്രത്തോളം സന്തോഷിച്ചെന്നറിയാമോ? അതേപോലെ നിന്റെ വിവാഹം കണ്ടും സന്തോഷിക്കേണ്ടതായ നിന്റെ മാതാപിതാക്കൾക്ക് ആ ഒരു ഭാഗ്യം പോലും കൊടുക്കാതെ 4 ചുവരുകളുടെ മധ്യയിലാണോ വിവാഹം? ഇങ്ങനെ ഭോഷത്വമായ പ്രവൃത്തികൾ ചെയ്ത് മാതാവിനും പിതാവിനും തീരാ ദുഃഖത്തെ സമ്മാനിക്കരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവൃത്തി നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഗതി എന്തായിത്തീരുമെന്നും ഞാൻ പറയാം. കേൾക്കുക. ഇവൾ പറയാണ്, മാതാപിതാക്കൾക്ക് അറിയില്ല. എന്താണറിയാത്തത്? ഞാൻ വിവാഹം കഴിച്ച കാര്യം പോലും മാതാപിതാക്കൾക്കറിയില്ല. എന്തൊരു ജീവിതമാണിത്! പഠിക്കുവാനായിട്ട് ഹൈദരാബാദിൽ വന്നിട്ട് പഠിക്കേണ്ടതായ സന്ദർഭത്തിൽ കറങ്ങി നടന്നിട്ട് പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുമായിട്ട് കറങ്ങി നടന്ന്
അതിനുശേഷം ഗർഭം ധരിച്ചു. പിന്നീട് ആരുമറിയാതെ 4 ചുവരുകളുടെ മധ്യയിൽ വെച്ച് വിവാഹം നടത്തി. ഇപ്പോൾ മകളും ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ മകൾക്ക് 2 വയസ്സായിരിക്കുന്നു. ദാരുണമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ മകൾ ഹൈദരാബാദിൽ നല്ല ജോലി ചെയ്യുകയാണ്, നല്ല സ്ഥിതിയിലായിരിക്കുന്നു. നാളെ ഒരു ദിവസം ഞങ്ങൾക്കൊരു കഷ്ടത വന്നാൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ ഞങ്ങളുടെ മകളുണ്ടല്ലോ ഞങ്ങളെ സഹായിക്കാൻ. ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഗ്രാമത്തിൽ മാതാപിതാക്കൾ ജീവിക്കുകയാണ്. എന്നാൽ ഈ പെൺകുട്ടി എന്താണ് ചെയ്തത്? അവൾ ഓൾറെഡി ഇവിടെ തന്നെ കുടുംബിനിയായി ജീവിക്കുകയാണ്. നിങ്ങൾ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ ഇരുപക്ഷത്തുമുള്ളതായ കുടുംബത്തിലെ അംഗങ്ങൾ ഇല്ല, ചോദിക്കുവാൻ ആരുമില്ല എന്ന ദുഷ്ടൻ അറിഞ്ഞതിന് ശേഷം അവൻ എന്താണ് ചെയ്തത്? ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് തെളിയിക്കുമെന്ന് പറയുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ അവൾ എന്നോടൊപ്പം കഴിഞ്ഞവളാണ്. അങ്ങനെ എത്ര പേരോടൊപ്പം കഴിഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയാൻ കഴിയും? പ്രിയ സഹോദരിമാരെ, അറിയുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പ് പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമിക്കുന്ന സമയത്ത് ആൺകുട്ടി നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരിക, എന്നോടൊപ്പം കിടക്ക പങ്കിടുക എന്ന് പറയുമ്പോൾ നീ നിന്റെ സ്നേഹം തെളിയിക്കുന്നതായ പ്രവൃത്തിയിൽ അവന്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുത്താൽ നാളെ ഒരു ദിവസം അവൻ ചോദിക്കുന്ന ചോദ്യമെന്തെന്നറിയാമോ? ഞാൻ വിളിച്ചപ്പോൾ നീ എന്നോടൊപ്പം വന്നു, കിടക്ക പങ്കിട്ടു. അങ്ങനെയെങ്കിൽ എനിക്ക് മുമ്പേ എത്ര പേരോടൊപ്പം നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം? എന്റെ ജീവിതം നശിച്ചു പോകുന്നു, കുടുംബവില നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആഗ്രഹം കഴിഞ്ഞതിന് ശേഷം എന്തു പറയുമെന്നറിയാമോ? നിന്നെ പെരുവഴിയിൽ ഇറക്കി വിടും അവൻ. അതുകൊണ്ടൊരു സഹോദരനെപ്പോലെ പറയുകയാണ്, പ്രേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെയൊക്കെ കറങ്ങി നടന്ന് മ്ലേച്ഛമായ രീതിയിൽ ജീവിച്ച് ഭാവിയെ നശിപ്പിച്ച് ജീവിതത്തെ നശിപ്പിച്ച് പെറ്റുവളർത്തിയ മാതാപിതാക്കൾക്ക് തീരാ ദുഃഖം കൊടുക്കരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇവൾ കരയുകയാണ്. അപ്പനോടോ അമ്മയോടോ ഇത് പറയാൻ കഴിയില്ല. വിവാഹം കഴിച്ചതായ വ്യക്തി ഇപ്പോഴെന്താണ് പറയുന്നത്? നീ നിന്റെ ഇഷ്ടം നോക്കി എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുക, എനിക്ക് ഈ ഉത്തരവാദിത്തം വഹിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ പാപികളായ മനുഷ്യർക്ക് ഇടം കൊടുക്കുകയാണെങ്കിൽ അവർ ബാക്കി വയ്ക്കുന്ന നിന്റെ ജീവിതം ഇതായിരിക്കും. നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് അനാഥയായിട്ട് മാറുക മാത്രമല്ല, നിന്റെ മകൾക്ക് അപ്പൻ ആരാണെന്ന് പറയുവാൻ കഴിയാത്ത ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് നിന്റെ മകളെ നീ കൊണ്ടെത്തിക്കുകയാണ്. അത് വലിയ കുറ്റമാണ്. മകൾ സ്കൂളിൽ ചെന്നാൽ, കോളേജിൽ ചെന്നാൽ അപ്പൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുവാൻ കഴിയാത്ത അവസ്ഥ. മോളുടെ അപ്പൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ആ മകൾക്ക് പോലും സ്വന്തം പിതാവാരാണെന്ന് പറയുവാൻ കഴിയാത്തതായൊരു അവസ്ഥ. ആ ഒരു ദുസ്ഥിതിയിലേക്ക് പോകുവാൻ പാടില്ല എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് പാപികളായ മനുഷ്യനെ രക്ഷിക്കാനായി നീ ജനിച്ചു. നീ പ്രാണനെപ്പോലെ സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യന് വരേണ്ടിയിരുന്നതായ സകല ശിക്ഷാവിധികളും നീ സ്വയം ഏറ്റെടുക്കുവാനിടയായി. ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന ശിക്ഷാവിധി നീ തുടച്ചു മാറ്റി. നീ ചെയ്തതായ ത്യാഗത്തെ ഞങ്ങൾ കൈക്കൊണ്ടാൽ മതി. നീ ചെയ്തതായ യാഗത്തെ ഞങ്ങൾ വിശ്വസിച്ചാൽ മതി. നിന്നിൽ വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും നിത്യജീവനെ, സ്വർഗത്തെ സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. കർത്താവെ, ആരൊക്കെയാണോ ഈ വാർത്ത, ഈ ശുഭവാർത്ത കൈക്കൊണ്ടുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരും എഴുതണമേ, സ്വർഗത്തിലേക്ക് വരുവാൻ ഞാനും ഉണ്ടായിരിക്കണമേ എന്ന് ആശിക്കുന്നുവെന്ന് പറയുന്നത്, ആഗ്രഹിക്കുന്നത്, അവിടെ എല്ലാവരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് ശാന്തിയോടെ, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അവരെ നിറച്ച് നടത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.